വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന വെജ് സാൻഡ്വിച്ച് ആണ്. അപ്പോൾ വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാനിവിടെ 2 വലിയ ക്യാരറ്റ്, 2 വലിയ സവോള, 4 പച്ചമുളക് ഇവ എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം നിങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ക്യാരറ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഇത് നമ്മൾ പച്ച ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വാട്ടിയെടുത്തിട്ട് സാൻഡ്വിച്ചിൽ വെക്കാൻ നോക്കുന്നത്. പച്ചയ്ക്ക് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നതിനേക്കാളും ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്ത് ആ പച്ച ടേസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് സാൻഡ്വിച്ചിനകത്ത് വെക്കുന്നത് കൂടുതൽ ടേസ്റ്റാണ്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വാടി കിട്ടും. തീ ഓഫ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് വെജ് മയോണൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് തിളപ്പിച്ചാറ്റിയ പാൽ 1 കപ്പ്, അതേ കപ്പിൽ തന്നെ സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതേപോലെ പാൽ ചൂടുണ്ടാവാൻ പാടില്ല, ആറ്റിയതായിരിക്കണം. 3 വെളുത്തുള്ളി, 1 സ്പൂൺ പഞ്ചസാര, 2 നുള്ള് ഉപ്പ് ഇതൊക്കെ കൂടിയിട്ടിട്ട് 1 മിനിറ്റ് നേരം ഓഫ് ചെയ്യാതെ അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജ് മയോണൈസ് റെഡിയായി. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും സവോളയും പച്ചമുളകും കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മയോണൈസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. അത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പ് ഞാനിവിടെ കുറച്ച് തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. തക്കാളി പച്ചയ്ക്ക് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് പച്ചയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ 2 ബ്രെഡ് സ്ലൈസിൽ ബട്ടർ തേച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ കൂട്ട് വെച്ചിട്ട് വെജിറ്റബിൾ കൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ നമുക്കിതിനകത്ത് ഈ വെജിറ്റബിൾ കൂട്ട് ഇതിനകത്ത് വെച്ചിട്ട് സാൻഡ്വിച്ചായിട്ട് കഴിക്കാം. ഞാനിവിടെ ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇത് ടോസ്റ്റ് ചെയ്ത ശേഷം നമ്മളൊരു ബ്രെഡിൻ്റെ സ്ലൈസിൽ ഈ വെജിറ്റബിൾ കൂട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. മറ്റേ ബ്രെഡ് സ്ലൈസിൽ ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പം നല്ലോണം ഇത് സ്പ്രെഡ് ചെയ്ത ശേഷം ആ സ്ലൈസ് ഇതുമ്മ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് അമർത്തരുത്, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതവിടെ ഇങ്ങനെ ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.